അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ അവരുടെ കിതാബ് തൗഹീദ്, അതിന് ഷെയ്ഖ് സ്വാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ലാ എഴുതിയ ഷറഹ് ഇആനത്തുൽ മുസ്തഫീദ് ദർസ് തുടരുന്നു. ദർസ് നമ്പർ 28. ഫഖൗലുഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനം, വ അന്ന ഈസ അബ്ദുല്ലാഹി വറസൂലുഹു. സെയിം ഈസ അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ അബ്ദ് ദാസനും വറസൂലുഹു അവൻ്റെ ദൂതനും ആണ് എന്ന വചനം അത് സത്യസാക്ഷ്യപ്പെടുത്തുന്ന കാര്യമല്ല പറയുന്നത്. ഇതിൻ്റെ ഷറഹ് തുടർന്ന് പറയാണ്, ഹാദാ ഫിഹി റദ്ദുൻ അലൽ യഹൂദി വറദ്ദുൻ അലൻ നസ്വാറ. ഈ വിഷയത്തിൽ, ഈ ഹദീത്തിൽ, ഈ വചനത്തിൽ എന്തുണ്ട്? യഹൂദികൾക്കും നസാറാക്കൾക്കുമുള്ള റദ്ദ്, ഖണ്ഡനമുണ്ട്. അമ്മൽ യഹൂദു ഫലി അന്നഹും ജഹദു റിസാലത ഈസ അലൈഹിസ്സലാം. യഹൂദികളാട്ടെ അവരെന്താണ് ചെയ്തത്? ഈസ അലൈഹിസ്സലാമിൻ്റെ റിസാലത്തിനെ നിഷേധിച്ചു. അദ്ദേഹത്തിൻ്റെ അദ്ദേഹം റസൂലാണ് എന്നത് നിഷേധിച്ചു, അള്ളാഹുവിൻ്റെ ദൂതനാണ് എന്നത്. വറമൗഹു ബിൽ ബുഹ്തി, മാത്രമല്ല അദ്ദേഹത്തെ സംബന്ധിച്ച് വ്യാജം ആരോപിച്ചു അവർ. വൽ ഇയാദു ബില്ലാഹ്, അള്ളാഹുവിൽ ശരണം. ഖാലു, അവർ പറഞ്ഞു, ഇന്നഹു വലദുൻ ബഗിയ്യുൻ, അദ്ദേഹം ജാരസന്തതിയാണെന്ന് പറഞ്ഞു. ഖബ്ബഹഹുമുല്ലാഹു അഖ്സാഹും, അള്ളാഹു അവരെ മോശക്കാരാക്കട്ടെ, അവരെ നിന്ദിതരാക്കട്ടെ, അല്ലെങ്കിൽ അവരെ അള്ളാഹു മോശക്കാരാക്കി നിന്ദിതരാക്കി. വഹാവലു ഖത്ലഹു, മാത്രമല്ല ഈസ അലൈഹിസ്സലാമെ അവർ വധിക്കുന്നതിന് പദ്ധതിയിട്ടു. വസല്ലമഹുല്ലാഹു മിൻഹും, അള്ളാഹു അദ്ദേഹത്തെ അവരിൽ നിന്ന് രക്ഷപ്പെടുത്തി യഹൂദികളിൽ നിന്ന്. വറഫഅഹു ഇലൈഹി, അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ ഈസ അലൈഹിസ്സലാമിനെ അവനിലേക്ക് ഉയർത്തി, ഉടലോടെ ഉയർത്തി. വഅൽഖാ അലൈഹിം അൽ ഖിസ്യ, അവർക്ക് മേൽ അള്ളാഹു എന്ത് ചെയ്തു? ഖിസീനെ, അതായത് നിന്ദ്യതയെ ഇട്ടുകൊടുത്തു ആ യഹൂദി സമുദായത്തിൽ. തുടർന്ന് അടുത്ത് വഫീഹി റദ്ദുൻ അലൻ നസ്വാറ, ഇനി നസാറാക്കൾക്കെതിരെയുള്ള ഖണ്ഡനം ഇതിലുണ്ട്. അല്ലദീന, എങ്ങനെയുള്ളവർ? ലം യഖിറു ബി അന്ന ഈസ അബ്ദുല്ലാഹ്, അവർ ഈസ അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ ദാസനാണ് എന്ന്. ബി അന്ന ഈസ അബ്ദുല്ലാഹ്, നിശ്ചയം അള്ളാഹുവിൻ്റെ ദാസനാണ് ഈസ അലൈഹിസ്സലാം എന്നത് അവർ അംഗീകരിച്ചില്ല. വഇന്നവദ്ദഉ അന്നഹു ഇബ്നുല്ലാഹ്, സെം ഈസ അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ മകനാണെന്നാണ് അവർ വാദിച്ചത്. ഔ അന്നഹു സാലിസു സലാസത്തിൻ, അല്ലെങ്കിൽ മൂന്നിൽ ഒന്നാണ് എന്ന്, മൂന്നിൽ മൂന്നാമനാണ് എന്ന്. ഔ അന്നഹു, അതായത് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, അങ്ങനെ, അല്ലെങ്കിൽ മൂന്നിൽ ഒന്ന് എന്നുള്ള അർത്ഥത്തിൽ. അല്ലെങ്കിൽ അദ്ദേഹം തന്നെയാണ്, ഈസ അലൈഹിസ്സലാം തന്നെയാണ് അള്ളാഹു എന്ന്. സലാസു മക്കാലാത്തിൻ ലഹും, അവർക്ക് ഈസ അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് മൂന്ന് മക്കാലാത്ത്, മൂന്ന് അഭിപ്രായങ്ങളുണ്ട്. അതെല്ലാം അള്ളാഹു ഖുർആൻ പറഞ്ഞിട്ടുണ്ടെന്നാണ്. അള്ളാഹു ജല്ല വഅല ഫിൽ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതെല്ലാം പരാമർശിച്ചിട്ടുണ്ട്. ശ്രദ്ധിക്കുക. ലഖദ് കഫറല്ലദീന ഖാലൂ ഇന്നല്ലാഹ ഹുവൽ മസീഹു ഇബ്നു മറിയം. ലഖദ് കഫറ, നിശ്ചയം നിഷേധിച്ചിരിക്കുന്നു, അല്ലദീന, ഒരു കൂട്ടർ, ഖാലൂ അവർ പറഞ്ഞു, ഇന്നല്ലാഹ, നിശ്ചയം അല്ലാഹു ഹുവൽ മസീഹു ഇബ്നു മറിയം, അള്ളാഹുവാണ് മസീഹു ഇബ്നു മറിയം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ നസാറാക്കൾ പറഞ്ഞു. വേറെടുത്ത് കാണാം, ലഖദ് കഫറല്ലദീന ഖാലൂ ഇന്നല്ലാഹ സാലിസു സലാസ. ലഖദ് കഫറല്ലദീന ഖാലൂ, പറഞ്ഞവർ നിഷേധിച്ചിരിക്കുന്നു, സത്യനിഷേധികളായിരിക്കുന്നു. ഇന്നല്ലാഹ, നിശ്ചയം അല്ലാഹു സാലിസു സലാസ, മൂന്ന് ഒന്നാണ് എന്ന്. തൃത്വത്തിൻ്റെ, ട്രിനിറ്റിയുടെ വിശ്വാസം. ഫീ ഖൗലിഹി തആല, അല്ലാഹു തആലയുടെ വചനം, വഖാലത്തിൻ നസാറൽ മസീഹു ഇബ്നുല്ലാഹി ذلك قولهم بأفواههم. വഖാലത്തിൻ നസാറ, നസാറാക്കൾ പറഞ്ഞു, അൽ മസീഹു ഈസ അലൈഹിസ്സലാം ഇബ്നുല്ലാഹ്, അല്ലാഹുവിൻ്റെ മകനാണ് എന്ന്. ദാലിക, അത്, ആ വാദം, ഖൗലുഹും, അവരുടെ വാക്ക് ആണ്, ബി അഫ്വാഹിഹിം, അവരുടെ വായകൾ കൊണ്ട്. അപ്പോൾ അതവർ പറയുന്ന വെറും വർത്തമാനം മാത്രമാണ്, അതിന് യാതൊരു ബുർഹാൻ, യാതൊരു തെളിവുമില്ല. വലാ യസാലൂന യഖൂലൂന ഹാദാ ഇലൽ ആൻ, ഇക്കാലമത്രയും അവരിത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് ഈ വാദം. ഫി ഇദാഅതിഹിം, അവരുടെ പ്രഖ്യാപനത്തിൽ, യുറദ്ദിദൂന ഹാദിഹിൽ അഖ്വാലൽ കുഫ്രിയ്യത്ത ശനീഅത, മോശമായ കുഫ്രിയ്യത്തായ സത്യനിഷേധമായിട്ടുള്ള ഈ വചനങ്ങൾ അവർ ആവർത്തിച്ച് ഉരുവിട്ടുകൊണ്ടിരിക്കുന്നു.
വല യസാലൂന യഖൂലൂൻ അവർ തുടർന്നുകൊണ്ടേയിരിക്കുന്നു ഇന്ന ഈസ ഹുവ ഇബ്നുല്ലാഹ് നിശ്ചയം ഈസ അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ മകനാണ് എന്ന് വ അന്നഹു മുഖല്ലിസുൻ അദ്ദേഹം സേവിയറാണ് എന്ന് ഈസ അലൈഹിസ്സലാം രക്ഷകനാണ് എന്ന് വയുറദ്ദിദൂന അഖാഇദൻ നസാറ സാബിഖ മുൻകാലത്തുള്ള ഈ ക്രിസ്ത്യാനികളുടെ അതേ വിശ്വാസം അവർ എന്ത് ചെയ്യുന്നു ആവർത്തിക്കുന്നു അൽ മുഹിമ്മു അന്നഹും ലാ യസാലൂന അലാ ഹാദിഹിൽ ഫിരിയ അന്ന ഈസ ഇബ്നുല്ലാഹ് തആല അമ്മ യഖൂലൂൻ وأنه الإله المخلص وأنه مكن من نفسه من القتل وقتلوه وصلبوه من أجل أن يخلص العبادة من الخطيئة التي ارتكبها آدم عليه السلام كما يقولون. അപ്പോൾ ഈസാ അലൈഹി സ്വലാമിനെ സംബന്ധിച്ച് അവരുടെ വിശ്വാസം നസാറാക്കളുടെ വിശ്വാസം എന്തൊക്കെയാണ്? അന്ന ഈസ ഇബ്നുല്ലാഹ് ഈസാ അലൈഹി സ്വലാം അള്ളാഹുവിൻ്റെ മകനാണ്. തആല അമ്മാ യഖൂലൂൻ തആല അല്ലാഹു അമ്മാ യഖൂലൂൻ അള്ളാഹു അവർ പറയുന്നതിൽ നിന്നൊക്കെ അത്യുന്നതനാണ്, പരിശുദ്ധനാണ്, അങ്ങനെയൊന്നുമല്ല എന്നർത്ഥം. അന്നഹുൽ ഇലാഹുൽ മുഖല്ലിസ് അവരുടെ വാദം പറയാണ് എന്ത്? രക്ഷകനായ ദൈവമാണ് ആര്? ഈസാ അലൈഹി സ്വലാം ആരാധ്യനാണ്, ഇലാഹാണ് എന്ന്. അന്നഹു മക്കന മിൻ നഫ്സിഹി ലിൽ ഖത്ൽ അദ്ദേഹം എന്ത് ചെയ്തു? ഈസാ അലൈഹി സ്വലാം വധിക്കുന്നതിനായി സ്വന്തം നഫ്സിനെ സൗകര്യപ്പെടുത്തി. അതായത് അപ്പോൾ അവരുടെ വാദപ്രകാരം ദൈവമോ ദൈവപുത്രനോ ഒക്കെയാണ്. ദൈവപുത്രനാണെങ്കിലും ദൈവമാണെന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ അംശമാണ്, അല്ലെങ്കിൽ ദൈവത്തിൽ പെട്ടത് തന്നെയാണെന്നാണ് അവരുടെ വാദം. എന്നിട്ട് ആ ഈസാ അലൈഹി സ്വലാം തന്നെ എന്ത് ചെയ്യും? സ്വന്തം നഫ്സിനെ ഖത്ലിന് അവർക്ക് ശത്രുക്കൾക്ക് വധിക്കാൻ സൗകര്യപ്പെടുത്തി എന്നതാണ് പറയുന്നത്. കാരണം ദൈവമാണെങ്കിൽ പിന്നെ രക്ഷപ്പെടാൻ പറ്റുമല്ലോ, പക്ഷേ സൗകര്യപ്പെടുത്തി എന്നതാണ് അവർ പറയുന്നത്. വഖതലൂഹു അവർ അദ്ദേഹത്തെ കൊന്നു. വസ്വലബുഹു കുരിശിലേറ്റി. മിൻ അജ്ലി അൻ യുഖല്ലിസ അൽ ഇബാദ മിനൽ ഖതിയത്തി അപ്പോൾ ശത്രുക്കൾ അദ്ദേഹത്തെ കൊന്നു, കുരിശിലേറ്റി. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണെന്നാണ് പറയുന്നത്? മിൻ അജ്ലി അൻ യുഖല്ലിസ അൽ ഇബാദ മിനൽ ഖതിയത്തി പാപത്തിൽ നിന്ന് അടിമകളെ മനുഷ്യരെ രക്ഷിക്കുന്നതിന് വേണ്ടി എന്നാണ് അവരുടെ വിശ്വാസം. അല്ലത്തി എങ്ങനെയുള്ള പാപം? ഇർത്തക്കബഹ ആദം അലൈഹി സ്വലാം ആദം അലൈഹി സ്വലാം ചെയ്ത പാപത്തിൻ്റെ അതിൽ നിന്ന് ജനങ്ങളെ മനുഷ്യരെ മുക്തരാക്കാൻ വേണ്ടിയിട്ട്. കമാ യഖൂലൂൻ അവർ പറയുന്നത് പോലെ അവരുടെ വിശ്വാസം അങ്ങനെയാണ്. ഖബ്ബഹഹുമുല്ലാഹ് അല്ലാഹു വരെ മോശക്കാരാക്കി അല്ലെങ്കിൽ ആകട്ടെ. ഫയുസമ്മൂനഹു അൽ മുഖല്ലിസു വയുസമ്മൂന ഹാദൽ അമല അൽ ഫിദാ അപ്പോൾ അവർ ഈസാ അലൈഹി സ്വലാമിനെ സംബന്ധിച്ച് സേവിയർ രക്ഷകൻ എന്ന് പറയുന്നു. ഈ പ്രവൃത്തിയെ ഇങ്ങനെ സ്വന്തമായിട്ട് വധത്തിന് വിട്ടുകൊടുത്ത് മനുഷ്യരെ പാപത്തിൽ നിന്ന് രക്ഷിച്ച പ്രവൃത്തിയെ ഫിദ എന്ന് പറയുന്നു. അന്ന ഈസ ഫഅല ഹാദാ മിൻ ബാബിൽ ഫിദാഇ ലിബനി ആദം ലിയുഖല്ലിസഹും മിൻ ഇസ്മിൽ ഉഖൂബ അപ്പോൾ ആദം സന്തതികൾ മനുഷ്യർക്ക് ശിക്ഷ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഈസാ അലൈഹി സ്വലാം സ്വയം ശിക്ഷ ഏറ്റെടുത്തു, അല്ലെങ്കിൽ സ്വയം പാപം ഏറ്റെടുത്തു എന്നതാണ് അവർ പറയുന്നത്. അതിനാണ് ഈ ഫിദ എന്ന് പറയുന്നത്. വഖൗലുഹു അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനം വകലിമതുഹു അൽഖാഹ ഇലാ മറിയം അലൈഹിസ്സലാമിലേക്ക് അള്ളാഹു സന്നിവേശിപ്പിച്ച ഇട്ടുകൊടുത്ത അള്ളാഹുവിൻ്റെ വചനമാണ് ഈസ എന്ന വചനം, പ്രഖ്യാപനം. ഹദീസിൽ വന്നിട്ടുള്ളത്, നബി വചനത്തിൽ വന്നിട്ടുള്ളത്. അൽ കലിമത്തു ഇവിടെ കലിമത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? വചനം. ഖൗലുഹു തആല ലി ഈസ കുൻ ഈസയോട് അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്, അല്ലെങ്കിൽ വചനമാണെന്ത്? കുൻ ഉണ്ടാവുക എന്ന് അള്ളാഹു പറഞ്ഞു. അപ്പോഴാണ് അന്ന ഈസ വുജിദ മിൻ ഗൈരി അബിൻ പിതാവില്ലാതെയാണ് ഈസാ അലൈഹി സ്വലാം ഉണ്ടായത്. ബൽ വുജിദ ബി കലിമത്തി കുൻ എന്ന വചനം കൊണ്ടാണ് ഉണ്ടായത്. വലൈസ ഹുവ അൽ കലിമ അതല്ലാതെ ഈസാ അലൈഹി സ്വലാം അല്ല കലിമത്ത്. ഈസാ അലൈഹി സ്വലാം അള്ളാഹുവിൻ്റെ കലിമത്തല്ല. അള്ളാഹുവിൻ്റെ കലിമത്ത് എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ കലാം, അത് അള്ളാഹുവിൻ്റെ സിഫത്താണല്ലോ. അപ്പോൾ അള്ളാഹുവിൻ്റെ സിഫത്ത് മറ്റൊരാൾക്കുണ്ടാവില്ല. ഇന്നമാ സുമ്മിയ ബിൽ കലിമത്തി എന്നാൽ ഈസാ അലൈഹി സ്വലാമിനെ കലിമത്തുല്ലാഹ് കലിമത്തു മിൻ എന്ന് പറയാൻ പേര് വെക്കപ്പെടാനുള്ള കാരണം ലി അന്നഹു ഖുലിഖ ബിഹാ അതുകൊണ്ടാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്നാണ്. കുൻ എന്ന വചനം കൊണ്ടാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്നാണ്. ബിഖിലാഫ് ബഖിയത്തിൽ ബഷരി മറ്റു മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തമായി ഫഇന്നഹും യുഖ്ലഖൂന മിൻ അബിൻ വ ഉമ്മിൻ കാരണം മറ്റു മനുഷ്യരൊക്കെ പിതാവിൽ നിന്നും മാതാവിൽ നിന്നും ആണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. കമാ ഖാല ഫി ആദം അതേപോലെ ആദം അലൈഹി സ്വലാമിൻ്റെ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ഖലഖഹു മിൻ തുറാബിൻ സുമ്മ ഖാല ലഹു കുൻ ഫയകൂൻ. ഖലഖഹു
അള്ളാഹു അദ്ദേഹത്തെ ആദം അലൈഹി സ്വലാമിനെ പടച്ചു മിൻ തുറാബിൻ മണ്ണിൽ നിന്ന് സുമ്മ ഖാല ലഹു പിന്നെ അദ്ദേഹത്തോട് പറഞ്ഞു കുൻ നീ ഉണ്ടാവുക ഫയകൂൻ അപ്പോൾ അതുണ്ടായി എന്ന്. അപ്പോൾ ആദം അലൈഹി സ്വലാമിൻ്റെ സൃഷ്ടിപ്പ് എങ്ങനെ? അള്ളാഹു മണ്ണ് കൊണ്ട് ആദമിനെ പടച്ചിട്ട് കുൻ എന്ന് പറഞ്ഞു, അപ്പോൾ ആദം ഉണ്ടായി, ആദമിന് ജീവനുണ്ടായി, ആദം സൃഷ്ടിക്കപ്പെട്ടു. ഇനി ഈസാ അലൈഹി സ്വലാമിനെ കുറിച്ച് ആദം അലൈഹി സ്വലാമിനെ താരതമ്യപ്പെടുത്തി പറയുന്നത് കേൾക്കൂ. ഇന്ന മസല ഈസാ ഇൻദല്ലാഹി കമസലി ആദം ഖലഖഹു മിൻ തുറാബിൻ സുമ്മ ഖാല ലഹു കുൻ ഫയകൂൻ. ഇന്ന മസല ഈസ നിശ്ചയം ഈസാ അലൈഹി സ്വലാമിൻ്റെ ഉപമ എന്നത് ഇൻദല്ലാഹി അള്ളാഹുവിൻ്റെ അടുക്കൽ കമസലി ആദം ആദം അലൈഹി സ്വലാമിൻ്റെ ഉപമ പോലെയാണ്, ആദമിൻ്റെ ഉപമ പോലെയാണ്. ഖലഖഹു അള്ളാഹു അദ്ദേഹത്തെ സൃഷ്ടിച്ചു മിൻ തുറാബിൻ മണ്ണിൽ നിന്ന് ആദമിനെ തുമ്മ ഖാല ലഹു എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു കുൻ നീ ഉണ്ടാവുക ഫയകൂൻ അപ്പോൾ അതുണ്ടായി. ഫഇദാ കുന്തും തഅജബൂന മിൻ കൗനി ഈസാ വലദ മിൻ ഉമ്മിൻ ബിലാ അബിൻ പിതാവില്ലാതെ ഉമ്മയിൽ നിന്ന് മാത്രം മാതാവിൽ നിന്ന് മാത്രമായി ഈസാ അലൈഹി സ്വലാം ജനിച്ചത് ഉണ്ടായത് അത് സംബന്ധിച്ച് നിങ്ങൾ അത്ഭുതപ്പെടുന്നുവെങ്കിൽ വജദ അലാ ഇസ്രിൽ കലിമത്തി കുൻ കുൻ എന്ന വചനത്തിൻ്റെ പിറകെ ഉണ്ടായി. അലാ ഇസ്രി അസരി ആവാം. ഫകൈഫ ലാ തഅജബൂന മിൻ ഖൽഖി ആദമ മിൻ തുറാബിൻ ബിദൂനി ഉമ്മിൻ വലാ അബിൻ. അങ്ങനെയാണെങ്കിൽ പിതാവോ മാതാവോ ഇല്ലാതെ മണ്ണിൽ നിന്ന് ആദം അലൈഹി സ്വലാം സൃഷ്ടിക്കപ്പെട്ടത്, അല്ലെങ്കിൽ മണ്ണിൽ നിന്ന് ആദം അലൈഹി സ്വലാമിൻ്റെ സൃഷ്ടിപ്പ്, അതിൽ നിങ്ങൾ എന്തുകൊണ്ട് അത്ഭുതപ്പെടുന്നില്ല? ബൽ ബി കലിമത്തി കുൻ കുൻ എന്നൊരു കലിമത്ത് മുഖേന മാത്രം. ലൈസ ഫി ഹാദിഹി ഫാദ ഖറാബത്തുൻ അലാ ഖുദ്റത്തില്ലാഹി സുബ്ഹാനഹു തആല. ഇതിൽ അള്ളാഹുവിൻ്റെ ഖുദ്റത്തിനെ സംബന്ധിച്ചുള്ള ഒരു സ്ട്രേഞ്ച്നെസ് അല്ലെങ്കിൽ അപരിചിതത്വം അല്ലെങ്കിൽ അതിലൊരു അത്ഭുതം ഇല്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഖുദ്റത്ത് അത്രമാത്രം വിശാലമാണ്, ശക്തമാണ്. അപ്പോൾ അള്ളാഹുവിന് എന്തും സാധിക്കും എന്നതാണ്. അപ്പോൾ ഈസാ അലൈഹി സ്വലാം ജനിച്ചത് പിതാവില്ലാതെയാണെങ്കിൽ ആദം നബി അലൈഹി സ്വലാം ജനിച്ചതോ ഉമ്മയോ ഉപ്പയോ ഇല്ലാതെ, പിതാവോ മാതാവോ ഇല്ലാതെയാണല്ലോ എന്ന്. വഖൗലുഹു വറൂഹും മിൻഹു മാത്രമല്ല, പിന്നെ പറഞ്ഞ തന്നെ ഹദീസിൽ അള്ളാഹുവിൽ നിന്നുള്ള റൂഹുമാണ് എന്ന് ഈസാ അലൈഹി സ്വലാമിനെ കുറിച്ച് പറഞ്ഞു. എന്താണ്? ലൈസൽ മുറാദു അന്ന ഈസാ റൂഹും മിനല്ലാഹ്, അള്ളാഹുവിൽ നിന്നുള്ള, അതായത് അള്ളാഹുവിൻ്റെ ദാത്തിൽ നിന്നുള്ള റൂഹാണ് ഈസാ അലൈഹി സ്വലാം എന്ന അർത്ഥത്തിലല്ല. ബിമാന അന്നഹു മിൻ ദാത്തില്ല, അതായത് അള്ളാഹുവിൻ്റെ ദാത്തിൽപ്പെട്ടത്, അള്ളാഹുവിൻ്റെ ഉണ്മയിൽ പെട്ട സത്തയിൽപ്പെട്ടത് ആണ് എന്ന അർത്ഥത്തിലല്ല. അങ്ങനെയാണെങ്കിൽ അള്ളാഹു തന്നെയാവുമല്ലോ. ഇന്നമാ മിൻ റൂഹിൽ മഖ്ലൂഖി, അള്ളാഹു സൃഷ്ടിച്ച റൂഹിൽ നിന്ന് എന്ന അർത്ഥത്തിലാണ് പറയുന്നത്. ലിഅന്ന അല്ലാഹ ഖലഖൽ അർവാഹ ജമീഅ, എല്ലാ റൂഹുകളെയും സൃഷ്ടിച്ചത്, കാരണം എല്ലാ റൂഹുകളെയും എല്ലാ ആത്മാക്കളെയും സൃഷ്ടിച്ചത് ആരാണ്? അള്ളാഹുവാണ്. വമിൻഹാ റൂഹ് ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം, അതിൽപ്പെട്ടത് തന്നെയാണ് അള്ളാഹുവിൻ്റെ അബ്ദായിട്ടുള്ള ഈസാ അലൈഹി സ്വലാമിൻ്റെ റൂഹ്. ഫക്കലിമത്തു മിൻഹു ലിബ്തിദാഇൽ ഗായത്തി, അപ്പോൾ എവിടുന്ന് തുടങ്ങി എന്നത് സൂചിപ്പിക്കാൻ വേണ്ടി ഇബ്തിദാഉൽ ഗായത്ത് സൂചിപ്പിക്കാനാണ് മിൻഹു, അള്ളാഹുവിൽ നിന്ന്, അവനിൽ നിന്ന് എന്ന് പറഞ്ഞത്. യാനി ഉദ്ദേശിക്കുന്നത് കലിമത്തുൻ മുബ്തദിഅത്തുൻ മിനല്ലാഹി, കലിമത്തുൻ മുബ്തദിഅത്തുൻ മിനല്ലാഹി, അള്ളാഹുവിൽ നിന്ന് തുടങ്ങപ്പെടുന്ന ആരംഭിക്കപ്പെടുന്ന വചനം എന്ന അർത്ഥത്തിൽ. റൂഹും മുബ്തദഅത്തുൻ മിനല്ലാഹി, അള്ളാഹുവിൽ നിന്ന് ആരംഭിക്കപ്പെടുന്ന റൂഹ് എന്ന അർത്ഥത്തിൽ. കമാ തഖൂലു മസലൻ ഹാദ റിസ്ഖു മിനല്ലാഹ്, ഉദാഹരണമായിട്ട് ഈ വിഭവം, റിസ്ഖ്, ഭക്ഷണം അള്ളാഹുവിങ്കിൽ നിന്നുള്ളതാണ് നമ്മൾ പറയുന്നത് പോലെ, നീ പറയുന്നത് പോലെ. മഅനാഹു അന്നല്ലാഹ ഹുവല്ലദീ യസ്സറ ഹാദ ഷൈഅ, ഈ വിഭവം നിനക്ക് എളുപ്പമാക്കി തന്നത് അള്ളാഹുവാണ് എന്നതാണല്ലോ ഉദ്ദേശിക്കുന്നത്. റിസ്ഖു മിനല്ലാഹ്, അള്ളാഹുവിൽ നിന്നുള്ള ഭക്ഷണം എന്ന് പറയുന്ന പോലെ. അതുപോലെയാണ് റൂഹും മിനല്ലാഹ്, കലിമത്തും മിനല്ലാഹ് എന്നൊക്കെ പറഞ്ഞത്. അള്ളാഹുവിൽ നിന്നുള്ള വചനം, അള്ളാഹുവിൽ നിന്നുള്ള റൂഹ് എന്ന് പറഞ്ഞത്. വഹുവല്ലദീ ഹയ്യഅഹു വഖലഖഹു, ആ ഭക്ഷണത്തെ തയ്യാറാക്കിയതും സൃഷ്ടിച്ചതും അള്ളാഹുവാണ്. അള്ളാഹു തആല പറഞ്ഞു വസഖറ ലക്കും മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദി ജമീഅൻ മിൻഹു, വസഖറ ലക്കും നിങ്ങൾക്ക് ആയി അവൻ തയ്യാറാക്കി അധീനപ്പെടുത്തി തന്നു, മാ ഫിസ് സമാവാതി ആകാശങ്ങളിൽ ഉള്ളത്, വമാ ഫിൽ അർദി ഭൂമിയിലുള്ളതും, ജമീഅൻ എല്ലാം മിൻഹു അവനിൽ നിന്നുള്ള. അപ്പോൾ ഇതൊക്കെ എല്ലാം ഈ സൃഷ്ടികളൊക്കെ അള്ളാഹുവിൽ നിന്നുള്ളതാണെന്ന് പറയാം. മാനഹു ഉദ്ദേശിക്കുന്നു അന്നഹു ഹാസിലുൻ വനാസിലുൻ വകായിനും മിനല്ലാഹി സുബ്ഹാനഹു വതആല,
ഇതൊക്കെ നമുക്ക് കരസ്ഥമാകുന്നത്, ലഭിക്കുന്നത്, അതെല്ലാം ഇറങ്ങുന്നത്, എല്ലാം ഉണ്ടാകുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ളതാണ്. മിൻ ലിൽ ഇബ്തിദാഇൽ ഗയതി. അപ്പോൾ മിൻ എന്നത് ഇവിടെ ഉദ്ദേശിക്കുന്നത് ആ അവ്യയം, ആ ഹർഫ് എന്തിനാണ്? ഇബ്തിദാഉൽ ഗയത്തിനെ സൂചിപ്പിക്കാൻ. വഖദ് തുസ്അലു വതഖൂലു കുല്ലു അർവാഹി ബനി ആദമ മിനല്ലാഹി അലാ ഹാദ തഫ്സീർ. ഈ വ്യാഖ്യാന പ്രകാരം എല്ലാ അർവാഹും, എല്ലാ റൂഹുകളും ആദം അലൈഹി ഇസ്ലാമിൽ മനുഷ്യ സന്തതികളുടെ എല്ലാ അർവാഹും അള്ളാഹുവിൽ നിന്നുള്ളത് തന്നെയാണ്. ഫമാ വജ്ഹു ഇഖ്തിസാസി ഈസാ ബിദാലിക്. അപ്പോൾ പിന്നെ ഈസാ അലൈഹി ഇസ്ലാമിനെ കലിമത്തും മിൻഹു റൂഹും മിനല്ലാഹ് എന്നൊക്കെ പറയുന്നതിൻ്റെ എന്താ അർത്ഥം എന്ന് നീ ചോദിച്ചേക്കാം. അതായത് ഇപ്പോൾ അള്ളാഹുവിൽ നിന്നുള്ള റൂഹാണ്, അള്ളാഹുവിൽ നിന്നുള്ള കലിമത്താണ് എല്ലാ മനുഷ്യരും എന്ന് പറയുകയാണെങ്കിൽ, അപ്പോൾ പിന്നെ ഈസാ അലൈഹി സ്വലാമിനെ പ്രത്യേകം അങ്ങനെ പരാമർശിച്ചതിന് എന്തർത്ഥമാണുള്ളത് എന്ന് നീ ചോദിച്ചേക്കാം. അതിനുള്ള മറുപടി നഖൂൽ, നമ്മൾ പറയുന്നു മറുപടി നഅം, അതെ, കുല്ലു അർവാഹി ബനി ആദം മിനല്ലാഹ്, എല്ലാ മനുഷ്യ സന്തതികളുടെ, എല്ലാ മനുഷ്യരുടെയും റൂഹുകൾ അള്ളാഹുവിൽ നിന്നുള്ളത് തന്നെ. ലാക്കിൻ ഈസാ അലൈഹി സ്വലാം, പക്ഷേ ഈസാ അലൈഹി സ്വലാം ഖുസ്സ ബിദാലിക, അതുകൊണ്ട് പ്രത്യേകമാക്കി പറയപ്പെട്ടു. എന്തിന്? ലിഅന്നഹു മിൻ ഗൈരി അബിൻ ബൽ ഹുവ റൂഹും മിൻ ദൂനി അബിൻ. അദ്ദേഹം പിതാവില്ലാതെ ജനിച്ചു, അതേപോലെ പിതാവില്ലാതെ ഉള്ള റൂഹും ആണ്. ആ അർത്ഥത്തിൽ ആണ് അങ്ങനെ പ്രത്യേകമായിട്ട് പരാമർശിക്കുന്നത് എന്നതാണ്. ജസാക്കുമുല്ലാഹു ഖൈറൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.